ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കൂണ് കൊണ്ടുള്ളൊരു തോരനാണ്. അതിനുവേണ്ടി കൂൺ ഇവിടെ ഞാൻ കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ, ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്. ഈ തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് തേങ്ങ ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് തുറന്ന് വെച്ച് കൂണിലെ വെള്ളമെല്ലാം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കൂണിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം തീയിൽ അല്പനേരം കൂടി വേവിക്കണം. അപ്പോൾ നമ്മുടെ കൂണൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്.